ഇതൊരു പാലുണ്ണിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ പാലുണ്ണിയിലേക്ക് ഇതിൻ്റെ കറ ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കണം. കാരണം എൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന ഈ പൂ കണ്ടോ? ഇപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതാണ് എരിക്ക്. നമ്മുടെ നാട്ടിലൊക്കെ എരിക്കെന്ന് പറയുന്നത് ഇതിൻ്റെ നീല കളറായിരിക്കും പൂവിന്. ഇത് വെള്ള എരിക്കെന്ന് പറയും. വലിയ ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ വലിയ ഔഷധം, നീലേക്കാളും ഡബിൾ പവറാണ് ഈ പറയുന്ന വെള്ള എരിക്കിന്. അപ്പം ഈ എരിക്കിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ആദ്യത്തെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ മിക്കവാറും ഉള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ എന്നൊക്കെ പറയുന്നത്. അരിമ്പാറ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കട്ടിയായിട്ട് തന്നെ നിൽക്കും, നമ്മുടെ ശരീരത്തിലൊക്കെ കട്ടിയായിട്ട് നിൽക്കും. പാലുണ്ണി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും ഈ തോളിലും ഈ കഷത്തിൻ്റെ ഈ ഭാഗത്തുമൊക്കെയാണ്. അപ്പം ഒരു പാലുണ്ണിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അരിമ്പാറ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് പോകാം എന്നുള്ളൊരു വീഡിയോ ആണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അരിമ്പാറ ഉള്ള ഒരാടയെ തന്നെ നമുക്ക് കാണിക്കാം. ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? ദാണ്ടെ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒടിച്ചു കഴിയുമ്പോൾ ദാണ്ട് ഇതിനകത്തുനിന്നൊരു വെള്ള പാല് പോലൊരു സാധനം വരും. ഇത് ഇതിൻ്റെ കറയാണ്. അപ്പോൾ നമ്മൾ ഈ അരിമ്പാറ ഉള്ള ആൾക്കാർ ഏതാണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയോ, ദാണ്ടെ ഇതൊരു പാലുണ്ണിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ പാലുണ്ണിയിലേക്ക് ഇതിൻ്റെ കറ ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒരു 2-3 ദിവസം ഇറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലുണ്ണി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും അടർന്നു പോകും. കാര്യം ഒരു വേദനയോ ഒന്നും ഉണ്ടാവില്ല, അടർന്നു പോകും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വന്ന കാലത്ത് ആൾക്കാർക്ക് ഇപ്പം എന്നെ തന്നെ കണ്ടില്ലേ, എനിക്ക് അത്യാവശ്യം തടിയുണ്ട്. അപ്പം വലിയ തടിയുള്ളവർക്കും അല്ലെങ്കിൽ മെലിഞ്ഞവർക്കായാൽ പോലും ഈ മുട്ടുവേദന അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന ഒക്കെ ഉണ്ടാകാറുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, ആൾക്കാർക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 2-3 ഇല, ഇതിൻ്റെ ഒരു 2-3 ഇല ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു തൈലം, കൊട്ടൻ ചുക്കാതി ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. ഒരു പാനിനകത്തോട്ടിട്ട് ഇതിനെ പാനിനകത്തിട്ട് അങ്ങ് ചൂടാക്കണം. ഈ ഒരു ഇലയെ പാനിനകത്ത് ചൂടായി അത്യാവശ്യം ഇതൊന്ന് വാടി വരുമ്പം, ഇപ്പോൾ ഉപ്പൂറ്റി വേദന ഉള്ളവരാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം ഈ ഉപ്പൂറ്റിയുടെ ഈ ഭാഗത്തായിട്ട് കണ്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക. കണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒരു തുണിയോ വല്ലതും വെച്ച് കെട്ടി വെക്കണം. തുണിയോ വല്ലതും വെച്ച് കെട്ടി വെച്ച് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റിലീഫായിരിക്കും, ആ വേദനയ്ക്ക് നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ചെയ്തോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉപ്പൂറ്റി വേദന മാറിയിരിക്കും. കാര്യം കൂടുതലും ഈ ഉപ്പൂറ്റി വേദന വരാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടൈലിട്ട തറകളായിരിക്കും നമ്മളുടെ എല്ലാം വീട്ടിൽ ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ ടൈലിട്ട തറയിലൂടെയാണ് വീട്ടിലെ അമ്മമാരായാലും മറ്റ് ആൾക്കാരൊക്കെ ചെരുപ്പിടാതെ ഈ ടൈലിനകത്ത് നടക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ഉപ്പൂറ്റി വേദന വരാനുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഉപ്പൂറ്റി വേദന പൂർണ്ണമായിട്ടും മാറും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുട്ടുവേദനയാണ്. മുട്ടുവേദന വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം വണ്ണമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മുട്ടുവേദന വരാൻ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു ഏറ്റവും വലിയൊരു മാറ്റം വരുത്താൻ പറ്റിയ ഒരു ഇലയാണ് ഈ പറയുന്ന എരിക്കിൻ്റെ ഇല. ഞാൻ ഈ പറഞ്ഞ പോലെ തൈലം, അതായത് കൊട്ടൻ ചുക്കാതിയോ പോലുള്ള എന്തെങ്കിലും തൈലമോ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുട്ടുവേദന മാറിയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വെളിച്ചെണ്ണയിൽ 2-3 ഇല ഇട്ട് ഒന്ന് ഇതിനെ വാട്ടിയെടുത്തതിന് ശേഷം ആ എണ്ണയോടെ അല്ല തൈലത്തോടെ തന്നെ എടുത്ത് മുട്ടിൽ ദണ്ട് ഇതുപോലെ ഇങ്ങനെ മുട്ടിലിങ്ങനെ വെച്ചിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വെച്ച് നല്ല രീതിയിൽ കെട്ടി മുറുക്കി ടൈറ്റ് ചെയ്ത് വെക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ മുട്ടുവേദന മാറിയിരിക്കും. അപ്പോൾ എരിക്കിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും എരിക്കിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.